ജെറമിയ അധ്യായം 51. കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോണിനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാനൊരു സംഹാരകനെ അയക്കും. പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിൻ്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും. അവളുടെ വില്ലാളികളെ വെല്ലുവിളിക്കാനും പടയാളികളെ പുറച്ചിട്ടണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ കൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവീഥികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദായെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ. അവൾ സുഖം പ്രാപിച്ചേക്കും. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ, ആവനാഴി നിറയ്ക്കുവിൻ. മിദിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിൻ്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികൾ ഒരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ, നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു. വെട്ടുക്കിളികളെപ്പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും. അവർ വിജയാരവം മുഴക്കും. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യ്ക്കാൻ മിന്നൽ പിണറുകളെ അയക്കുന്നു. തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ച് വിഡ്ഢികളായി നിൽക്കുന്നു. സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവൻ്റെ ശില്പങ്ങൾ വ്യാജമത്രേ, ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിൻ്റെ അവകാശമായവൻ അതുപോലെയല്ല. അവിടുന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ ആയുധം. നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും. സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഒഴിവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും. ബാബിലോണും കൽദായ ജനതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരോട് പകരം ചോദിക്കും. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളിച്ചെയ്യുന്നു.
മൂലക്കല്ലിനോ അടിസ്ഥാനശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്നെടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ, ജനതകളുടെ ഇടയിൽ കാഹളമൂതുവിൻ. അവളോട് യുദ്ധം ചെയ്യാൻ ജനതകളെ സജ്ജമാക്കുവിൻ. അരാറാത്ത്, മിന്നി, അഷ്കനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചുകൂട്ടുവിൻ. അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചുകൂട്ടുവിൻ. വെട്ടുക്കിളികളെപ്പോലെ കുതിരപ്പട ഇരമ്പി അടുക്കട്ടെ. മിദിയാൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ. ബാബിലോൺ വിജനമാക്കാനുള്ള കർത്താവിൻ്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പൊളയുകയും ചെയ്യുന്നു. ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ ശക്തി ക്ഷയിച്ച് സ്ത്രീകളെ പോലെയായി. അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി, ഓടാമ്പലുകൾ തകർന്നു. നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു. കടവുകൾ അധീനമായി, കാവൽ ഗോപുരങ്ങൾ അഗ്നിക്കിരയായി. പടയാളികൾ പരിഭ്രാന്തരായി. ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറമെ ഒന്നായി ഓടുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും. അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ എന്നെ വിഴുങ്ങി, എന്നെ തകർത്തു, എന്നെ ശൂന്യമാക്കി. ഭീകരസത്വത്തെപ്പോലെ അവൻ എന്നെ വിഴുങ്ങി. എൻ്റെ സ്വാദേറിയ ഭോജനങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു. എന്നോടും എൻ്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിൻ്റെ ഫലം ബാബിലോണിൻ്റെ മേൽ പതിക്കട്ടെ എന്ന് സിയോൻ നിവാസികൾ പറയട്ടെ. എൻ്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കും എന്ന് ജെറുസലം പറയട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും. ബാബിലോൺ നാശകൂമ്പാരവും കുറുനരികളുടെ വിഹാരരംഗവുമാകും. അത് ബീഭത്സമായ നിന്ദാപാത്രമാകും. ആരും അവിടെ വസിക്കുകയില്ല. അവർ സിംഹങ്ങളെപ്പോലെ ഗർജിക്കും, സിംഹക്കുട്ടികളെപ്പോലെ മുരളും. ആർത്തി പൂണ്ട അവർക്ക് ഞാൻ വിരുന്നൊരുക്കും. കുടിച്ച് മതിച്ച് അവർ ബോധമറ്റ് വീഴും. ഉണരാത്ത നിദ്രയിൽ അവർ അമരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ചെമ്മരിയാടുകളെപ്പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും, മുട്ടാടുകളെയും കോലാട്ടുകൊറ്റന്മാരെയും പോലെ. സമസ്ത ലോകത്തിൻ്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു! ജനതകൾക്കിടയിൽ അവൾ ഒരു ബീഭത്സ വസ്തുവായത് എങ്ങനെ! ബാബിലോണിനെ കടൽ കടന്നാക്രമിച്ചിരിക്കുന്നു. പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി. അവളുടെ നഗരങ്ങൾ ബീഭത്സമായി. ഉണങ്ങിവരേണ്ട മരുപ്രദേശം, നിർജ്ജനഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. ബാബിലോണിലെ ബേൽമൂർത്തിയെ ഞാൻ ശിക്ഷിക്കും. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും. ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിൻ്റെ കോട്ട തകർന്നിരിക്കുന്നു. എൻ്റെ ജനമേ, അവളുടെ അടുത്ത് നിന്ന് ഓടി അകലുവിൻ. കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്നു വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലംപതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്ത് നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറൂസലേം നിന്റെ സ്മരണയിലുണ്ടായിരിക്കട്ടെ. പരിഹാസവചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു.
അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്ത് നിന്ന് വ്രണിതരുടെ രോദനമുയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതാ ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി, കൽദായ ദേശത്ത് നിന്ന് ഭീകരനാശത്തിൻ്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു, അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തടുക്കുന്നു, അവളുടെ ആരവം ഉയരുന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു, അവളുടെ വില്ലുകൾ തകർന്നു. എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമാണ്, അവിടുന്ന് പകരം വീട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും. സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ബാബിലോണിൻ്റെ ശക്തിദുർഗങ്ങൾ നിലംപതിക്കും, കവാടങ്ങൾ അഗ്നിക്കിരയാകും. ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും, അവരുടെ പ്രയത്നഫലം കത്തിനശിക്കും. മഹ്സേയായുടെ പുത്രനായ നേരിയായുടെ പുത്രൻ സേരായായിക്ക് ജെറമ്യാ പ്രവാചകൻ നൽകിയ കൽപ്പന. രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെദെക്കിയായുടെ 4-ാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമ്യാ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന നാശം ജെറമ്യാ ഒരു പുസ്തകത്തിൽ എഴുതി. ജെറമ്യാ സെരായായോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവെ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളിച്ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ലുകെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും. അവർ തളർന്നു പോകും, അതിനി പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമ്യായുടെ വചനങ്ങൾ. Chapter 51. Thus says the Lord, See, I rouse against Babylon, and against those who live in Chaldea, a destroying wind. Against Babylon I will send winnowers to winnow her, and lay waste her land. They shall besiege her from all sides on the day of affliction. Let the bowman draw his bow, and flaunt his coat of mail. Spare not her young men, doom her entire army. The slain shall fall in the land of Chaldea, the transfixed in her streets. For Israel and Judah are not widowed of their God, the Lord of hosts, and the Chaldean land is full of guilt to be punished by the Holy One of Israel. Flee out of Babylon, let each one save his life. Perish not for her guilt. This is a time of vengeance for the Lord, he pays her due. Babylon was a golden cup in the hand of the Lord, which made the whole earth drunk. The nations drank its wine. With this they have become mad. Babylon suddenly falls and is crushed. Howl over her. Bring balm for her wounds, in case she can be healed. We have tried to heal Babylon, but she cannot be healed. Leave her, let us go, each to his own land. Her judgment reaches heaven, it touches the clouds. The Lord has brought to light our just cause. Come, let us tell in Zion what the Lord our God has done. Sharpen the arrows, fill the quivers. The Lord has stirred up the spirit of Medea's kings. Babylon he is resolved to destroy. Yes, it is the vengeance of the Lord, vengeance for his temple. Against the walls of Babylon raise a signal, make strong the watch, post sentries, arrange ambushes. For the Lord has planned, and he will carry out his threat against the inhabitants of Babylon. You who dwell by mighty waters, rich in treasure, your end has come, the term at which you shall be cut off. The Lord of hosts has sworn by himself,
I will fill you with men as numerous as locusts, who shall raise over you the vintage shout. He has sworn who made the earth by his power, and established the world by his wisdom, and stretched out the heavens by his skill. When he thunders, the waters in the heavens roar, and he brings up clouds from the end of the earth. He makes the lightning flash in the rain, and releases storm winds from their chambers. Every man is stupid, ignorant, every artisan is put to shame by his idol. He molded a fraud without breath of life. Nothingness are they, a ridiculous work, that will perish in their time of punishment. Not like these is the portion of Jacob. He is the creator of all things. Israel is his very own tribe. Lord of hosts is his name. You are my hammer, my weapon for war. With you I shatter nations, with you I destroy kingdoms. With you I shatter horse and rider, with you I shatter chariot and driver. With you I shatter man and wife, with you I shatter old and young, with you I shatter youth and maiden. With you I shatter the shepherd and his flock, with you I shatter the farmer and his team, with you I shatter satraps and prefects. Thus will I repay Babylon and all who live in Chaldea, all the evil they did to Zion, as you shall see with your own eyes, says the Lord. Beware, I am against you, destroying mountain, destroyer of the entire earth, says the Lord. I will stretch forth my hand against you, roll you down over the cliffs, and make you a burnt mountain. They will not take from you a cornerstone or a foundation stone. Ruins forever shall you be, says the Lord. Raise a signal on the earth, blow the trumpet among the nations, dedicate peoples to war against her, summon against her the kingdoms, Ararat, Minai, and Ashkenaz. Appoint recruiting officers against her, send up horses like bristling locusts. Dedicate peoples to war against her, the king of Media, its governors and all its prefects, every land in his domain. The earth quakes and writhes. The Lord's plan against Babylon is carried out, turning the land of Babylon into a desert where no one lives. Babylon's warriors have ceased to fight. They remain in their strongholds. Dried up is their strength. They have become women, burned are their homes, and broken their bars. One runner meets another, herald meets herald, telling the king of Babylon that all his city is taken. The fords have been seized, and the fortresses set on fire, while warriors are in panic. For thus says the Lord of hosts, the God of Israel, Daughter Babylon is like a threshing floor at the time it is trodden. Yet a little while, and the harvest time will come for her. He has consumed me, routed me, Nebuchadnezzar, king of Babylon. He has left me as an empty vessel. He has swallowed me like a dragon, filled his belly with my delights, and cast me out. My torn flesh be upon Babylon, says the city on Zion. My blood upon the people of Chaldea, says Jerusalem. But now, thus says the Lord, surely I will defend your cause. I will avenge you. I will dry up her sea and drain her fountain. Babylon shall become a heap of ruins, a haunt of jackals, a place of horror and ridicule where no one lives. They all roar like lions, growl like lion cubs. When they are parched, I will set a drink before them to make them drunk, that they may be overcome with perpetual sleep, never to awaken, says the Lord. I will bring them down like lambs to the slaughter, like rams and goats. How has she been seized, made captive, the glory of the whole world? What a horror has Babylon become among nations! Against Babylon the sea rises. She is overwhelmed by the roaring waves. Her cities have become a desert, parched and arid land where no man lives and no one passes through. I will punish Bel in Babylon, and make him disgorge what he swallowed. People shall stream to him no more. The wall of Babylon falls. Leave her, my people. Let each one save himself from the burning wrath of the Lord. Be not discouraged for fear of rumors spread in the land. This year the rumor comes, then violence in the land, tyrant against tyrant. But behold, the days are coming when I will punish the idols of Babylon. Her whole land shall be put to shame, and all her slain shall lie fallen within her.
Then heaven and earth and everything in them shall shout over Babylon with joy, when the destroyers come against her from the north, says the Lord. Babylon too must fall, O slain of Israel, as at the hands of Babylon have fallen the slain of all the earth. You who have escaped the sword, go on, stand not still. Remember the Lord from afar, let Jerusalem come to your minds. We are ashamed because we have heard taunts. Confusion covers our faces. Strangers have entered the holy places of the house of the Lord. But behold, the days are coming, says the Lord, when I will punish her idols, and in her whole land the wounded will groan. Though Babylon scale the heavens and make her strong heights inaccessible, destroyers from me shall reach her, says the Lord. Hear, loud cries from Babylon, dire destruction from the land of the Chaldeans, for the Lord lays Babylon waste, stills her loud cry, though her waves were roaring like mighty waters, and their clamor was heard afar. For the destroyer comes upon her, Babylon. Her heroes are captured, their bows broken. The Lord is a God who requites, he will surely repay. I will make her princes and her wise men drunk, her governors, her prefects, and her warriors, so that they sleep an eternal sleep, never to awaken, says the King, whose name is the Lord of hosts. Thus says the Lord of hosts, the walls of spacious Babylon shall be leveled utterly, her lofty gates shall be destroyed by fire. The toil of the nations is for nothing, for the flames the peoples weary themselves. This was the errand given by the prophet Jeremiah to Seraiah, son of Neriah, son of Maaseiah, when he went to Babylon for the king in the 4th year of the reign of Zedekiah. Seraiah was chief quartermaster. Jeremiah had written all the misfortune that was to befall Babylon in a single book, all these words that were written against Babylon. And Jeremiah said to Seraiah, when you reach Babylon, see that you read aloud all these words, and then say, O Lord, you yourself threatened to destroy this place, so that neither man nor beast should dwell in it, since it would remain an everlasting desert. When you have finished reading this book, tie a stone to it, and throw it in the Euphrates, and say, Thus shall Babylon sink. Never shall she rise, because of the evil I am bringing upon her. To weary themselves are the words of Jeremiah.